എവരിവൺ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുന്നേ ആയിട്ട് ഒരു തേനെല്ലിക്ക കഴിക്കാറുണ്ട്. ഇതിൻ്റെ പേര് തേനെല്ലിക്കയാണെങ്കിലും ഇത് ശർക്കരയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. ഞാൻ 2 ദോശയും കുറച്ച് ടൊമാറ്റോ ചട്നിയും കൂടെ എടുത്തു കേട്ടോ. ദോശയിൽ ഞാൻ അരിയും ഉഴുന്നും കൂടാതെ ചെറുപയറും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചേക്കണത്. അതാണ് ഈ കളർ വ്യത്യാസമേ. പിന്നെ രാവിലെ ഞാനങ്ങനെ ചായ കുടിക്കാറില്ല. രാവിലെ എന്നല്ല, വൈകിട്ടും ചായ കുടിക്കാറില്ല. എനിക്ക് ഇപ്പോൾ ചായയോട് വലിയ താല്പര്യമില്ല. രാവിലെ ഞാൻ ABC ജ്യൂസാണ് കുടിക്കാറ്. ഇനി അതില്ലെങ്കിൽ വെള്ളം കരിപ്പട്ടിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുള്ള വെള്ളം അത് കുടിക്കും. ഉച്ചത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. ഇതൊരു തോരനാണ്, വാഴച്ചുണ്ടെന്ന് പറയുന്ന സാധനം. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണാവോ പറയുക? പിന്നെ ഞാൻ ഇതെടുത്ത് വെച്ചേക്കണ മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി. ഞാൻ കഴിക്കാൻ പോവാണ്. ഉച്ചത്തേക്ക് വാഴച്ചുണ്ട തോരനും പിന്നെ ഓംപ്ലേറ്റ് ഉണ്ട്, മോര് കറി, ചമ്മന്തി, അച്ചാർ, പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം. ഇത്രയും സാധനമാണ് കേട്ടുള്ളത് ഇന്നത്തേക്ക്. ചോറൊക്കെ ഉണ്ടോ? ഇനി എനിക്ക് കൊറിയർ അയക്കാനുണ്ട്. ഇത്രയും സാധനം എനിക്ക് പാക്ക് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് കാണുന്ന ഈ 3 ഗുജറാത്തിലേക്കുള്ളതാണ്. പിന്നെ ഈ 3 എറണാകുളത്തേക്കുള്ളതാണ്. പിന്നെ ഇതൊരെണ്ണം കോട്ടയം, പിന്നെ ഇത് എറണാകുളമാണ്. ഇതെൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതും എറണാകുളത്തേക്കുള്ളതാണ് കേട്ടോ. കൊറിയറൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കൊരു ഫേസ് പാക്ക് ഇടാനുണ്ട്. അതിനായിട്ട് ഞാൻ കാപ്പിപ്പൊടിയും തൈരും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രഞ്ജുമാർ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ട ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോനെസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഈ ഫേസ് പാക്ക് കേട്ടോ. 15 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കഴുകി കളയുക. ഞാൻ എന്തായാലും ഇതൊക്കെ കഴുകി കുളിച്ചൊരുങ്ങിയിട്ട് വരാം കേട്ടോ. A few moments later. ഞാൻ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ എനിക്കൊന്ന് കൊറിയർ ഓഫീസ് വരെ പോകണം. ആ പാക്ക് ചെയ്ത് വെച്ചേക്കണ ഐറ്റംസൊക്കെ ഒന്ന് കൊറിയർ അയക്കണം. പിന്നെ 2-3 പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്. രാവിലെ തല നനയ്ക്കാത്ത കാരണം കൊണ്ട് വൈകുന്നേരമാണ് കേട്ടോ തല നനച്ചത്. പക്ഷേ മുടിയോ തീരെ ഉണങ്ങിയിട്ടില്ല. എന്തായാലും ഇനിയിപ്പം ലേറ്റ് ആക്കുന്നില്ല. കൊറിയർ ഓഫീസിൽ പോകണം, ഇല്ലെങ്കിൽ കൊറിയർ ഓഫീസ് അടച്ചിട്ട് പോകും. അപ്പോൾ ഓക്കെ, ബായ്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. കൊറിയറൊക്കെ അയച്ചു. ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്കൊന്ന് പാൻട്രി വരെ പോകണം. ഇവിടുന്ന് കുറച്ച് നട്ട്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.